السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن نبينا وسيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا إلى آخر الآية. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: إن النار الدنيا غسلت 70 ماء من مياه الرحمة حتى أطاقها أهل الدنيا، أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമളാൻ വെളിച്ചം സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം പഠിക്കുകയും പഠിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഈ കർമ്മം അല്ലാഹു സ്വാലിഹായ അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് റമളാൻ 21. ഇന്നത്തെ റമളാൻ വെളിച്ചത്തിൽ നരകമോചനത്തിന്റെ നാളുകൾ എന്ന വിഷയത്തിൽ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട് അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകുന്ന ആനുകൂല്യമായ നരകമോചനം, അല്ലാഹുവിനോട് കൂടുതൽ നാം നരകമോചനം ചോദിക്കുകയും സ്വർഗപ്രവേശനത്തിന് വേണ്ടി തേടുകയും ഒക്കെ ചെയ്യേണ്ട അസുലഭ നിമിഷത്തിലാണ്, അവസാനത്തെ 10ലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു തആല നമുക്ക് നരകമോചനം നൽകി സ്വർഗപ്രവേശനത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. അവന്റെ അടിമകൾക്ക് അല്ലാഹു തആല സ്വർഗപ്രവേശനം നൽകുന്നതിനും പാപങ്ങൾ പൊറുക്കുന്നതിനു വേണ്ടി അല്ലാഹു തആല സജ്ജീകരിച്ച വിശുദ്ധമായ റമളാൻ. ആ വിശുദ്ധമായ റമളാനിൽ അവസാനത്തെ 10 അല്ലാഹു തആല വിശ്വാസികൾക്ക് വേണ്ടി ആശ്വാസമായി നൽകുന്ന നരകമോചനത്തിന്റെ ശുഭപ്രതീക്ഷകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും അവന്റെ ജീവിതത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ സന്ദർഭം കൂടിയാണ് വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10. അല്ലാഹു തആല നമുക്ക് നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് പറയുമ്പോഴും നരകത്തിന്റെ ഭീതിതമായ അവസ്ഥകളെ സംബന്ധിച്ച് പറയുമ്പോഴും വിശ്വാസിയുടെ ഹൃദയങ്ങൾക്ക് എപ്പോഴും അവന്റെ നെഞ്ചിടിപ്പുണ്ടാകണം, അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരുണ്ടാകണം, അവന്റെ ജീവിതത്തിന് പരിഭ്രാന്തി ഉണ്ടാകണം. കാരണം നരകം അത്രയ്ക്ക് ഭീകരമാണ്. നമുക്കറിയാം, കേവലം നരകത്തിന്റെ വിവിധങ്ങളായ ശിക്ഷകളെ പറ്റി വിശുദ്ധമായ ഖുർആനിലും ഹദീസുകളിലും നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ നരകത്തിന്റെ ചൂടിന്റെ, ആ തീയുടെ ചൂടും നരകത്തിന്റെ തണുപ്പുകളും അതിന്റെ ശിക്ഷകളുമൊക്കെ ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകുമ്പോ അവന്റെ ജീവിതകാലത്ത് ഒരിക്കലും, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ആ ശിക്ഷകൾ. പല വിധത്തിലുള്ള ശിക്ഷകളാണ് നരകത്തിൽ അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്നത്. ചൂട് മാത്രമല്ല, തണുപ്പുണ്ടാകും, അതുപോലെ ദാഹാർത്ഥമായ അവസ്ഥയായിരിക്കും, ഭക്ഷണത്തിനു വേണ്ടി ആർത്തിയുള്ള സമയമായിരിക്കും. അതൊക്കെ ആ സമയത്തൊക്കെ ചൂടുവെള്ളവും അതുപോലെ തന്നെ മുള്ളു നിറഞ്ഞ ഭക്ഷണങ്ങളുമൊക്കെയാണ് ആ നരകത്തിൽ അല്ലാഹു തആല അവന് നൽകുന്നത്. കപടവിശ്വാസിയും നരകത്തിന്റെ അഹ്ലുകാരനുമായ മനുഷ്യന് അല്ലാഹു തആല നൽകുന്നത്. ഇത്രത്തോളം നരകത്തിന്റെ ചൂടിനെ പറ്റി അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീസിൽ കാണാം എത്രത്തോളം ദുനിയാവിന്റെ ഒരു തീയുടെ ഒരു അംശം, ഒരു തീപ്പെട്ടിക്കോലിൽ നിന്നും ഉണ്ടാകുന്ന തീയുടെ ഒരു അംശം, അത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് സ്പർശിച്ചു പോയാൽ നമുക്കുണ്ടാകുന്ന അതിന്റെ വേദനയും അതിന്റെ നീറ്റലുമൊക്കെ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നരകത്തിന്റെ, ദുനിയാവിന്റെ തീയിനേക്കാൾ 10 മടങ്ങ് എന്ന് മാത്രമല്ല, എത്രയോ ശക്തമായ ചൂടുള്ള നരകത്തിന്റെ തീയുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിശ്ചയമായും ദുനിയാവിന്റെ തീയുണ്ടല്ലോ, അല്ലാഹു കാരുണ്യത്തിന്റെ 70 വെള്ളങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിയതിനു ശേഷമാണ് ദുനിയാവിലേക്ക് അല്ലാഹു തആല ദുനിയാവിന്റെ തീയായി അല്ലാഹു നൽകിയതെന്ന് പറഞ്ഞാൽ അതിന്റെ പവർ അല്ലാഹു തആല കുറച്ചു. 70 കാരുണ്യത്തിന്റെ വെള്ളങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിയതിനു ശേഷമാണ് അല്ലാഹു തആല ദുനിയാവിന്റെ തീയായി അല്ലാഹു തആല നൽകിയത്. എന്തിനു വേണ്ടിയാണ്? ഹത്താ അതാഖഹ അഹ്ലദ് ദുനിയാ, ഈ ദുനിയാവിന്റെ ലോകത്ത് അത് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി തീ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പരിപൂർണമായി അതിൽ കഴിവുണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് എളുപ്പമാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തീയുടെ അടുക്കലേക്കൊന്ന് പോകാൻ പോലും കഴിയില്ല. ആ നരകത്തിന്റെ ശക്തമായ ചൂടുള്ള തീയായിരുന്നു എങ്കിൽ ആ തീയുടെ അടുക്കലേക്കോ കിലോമീറ്റർ അപ്പുറത്തേക്ക് പോലും പോകാൻ നമുക്ക് സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തീ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മനുഷ്യന് സാധ്യമാകുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന്റെ തീയുണ്ടല്ലോ, 70 കാരുണ്യത്തിന്റെ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഴുകിയതിനു ശേഷമാണ് അല്ലാഹു തആല ദുനിയാവിലേക്ക് അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിലേക്ക് കടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കേണ്ടതുണ്ട്. വിശുദ്ധമായ റമളാൻ നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു തആല നൽകുമ്പോൾ ആ വിശുദ്ധിയുടെ പാതയിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിലോ നരകത്തിലേക്ക് നാം ആപതിച്ചു പോകും, സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. വലൗ കാനത് ഖുത്രത്തും മിനന്നാരി മഅകും ഫീ ദുനിയാകുമുല്ലതി ഫീഹാ ഖബതഹാ അലൈക്കും. ദുനിയാവിലേക്ക് നരകത്തിന്റെ തീയുടെ ഒരു അംശം ദുനിയാവിലേക്ക് അല്ലാഹു തആല നൽകിയിരുന്നു എങ്കിൽ, ഇട്ടിരുന്നു എങ്കിൽ ഈ ദുനിയാവ് നശിക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മെ നരകത്തിലും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലേക്ക് കടക്കുന്ന പ്രവർത്തനങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധമായ റമളാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ആ നരകമോചനത്തിനു വേണ്ടി തേടുന്നതിനു വേണ്ടിയാണ്. നരകമോചനത്തെ തേടുന്നതിനു വേണ്ടിയാണ് അല്ലാഹു തആല ദുനിയാവിന്റെ തീ അല്ലാഹു നൽകിയിരിക്കുന്നത്. അല്ലാഹു തആല
പരിശുദ്ധമായ റമളാൻ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ഉണ്ടല്ലോ, അല്ലാഹു തആലയോട് കരഞ്ഞുകൊണ്ട് പാതിരാവിന്റെ സമയങ്ങളിൽ കരഞ്ഞുകൊണ്ട് നരകമോചനം തേടേണ്ട സമയമാണ്. അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടേണ്ട സമയമാണ്. സ്വർഗം ചോദിക്കേണ്ട സമയമാണ്. സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മുടെ കയ്യിലില്ല. അല്ലാഹു തആല നൽകുന്ന ഔദാര്യമുണ്ടല്ലോ, ആ ഔദാര്യത്തോടുകൂടി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഔദാര്യമായി സ്വർഗം നൽകണേ എന്ന് ചോദിക്കാനുള്ള അവകാശമാണ് നമുക്കുള്ളത്. അത് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നരകത്തിലേക്ക് കടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വിശുദ്ധമായ റമളാനിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കണം. റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കണം. അതിന് അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കും മരണപ്പെട്ടവർക്കുമെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അല്ലാഹു നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.